viewers, welcome back to Bosco Campus Vision. Today we are discussing the subject Business Environment and Policy of S3 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the topic New Export Promotion Scheme. That is, last section we discussed the modification of EXIM policy. So in continuation with that, we can discuss the new EXIM export promotion schemes and the silent features of that policy. So the new export promotion scheme means a new scheme to accelerate growth of exports called Target Plus. It has been introduced under the scheme. Exporters achieving a quantum growth in exports are entitled to duty-free credit based on incremental exports substantially higher than the general actual export target fixed. So here a new scheme called Target Plus. Target Plus and it has been introduced under the scheme. Upon a new export promotion implement a scheme Target Plus. Under the scheme, the exporters achieving a quantum growth in exports and entitled to duty-free credit based on incremental exports. This Target Plus and the export growth duty-free credit duty payment incremental export ഒരു പരിധിക്ക് അപ്പുറം വളർച്ച അവരുടെ എക്സ്പോർട്ട് യൂണിറ്റ്സിന് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അവർക്ക് എന്ത് ചെയ്യാം ഒരു ഫിക്സഡ് ടാർഗറ്റ് വെച്ചുകൊണ്ട് ഇത്ര ടാർഗറ്റിന് അപ്പുറം അവരുടെ എക്സ്പോർട്ട് കടക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും ആ ഡ്യൂട്ടി ഫ്രീ ഒഴിവാക്കി കൊടുക്കുന്നത് അതാണ് ടാർഗറ്റ് എന്ന ആ വാക്ക് അല്ലേ അതായത് ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആണെങ്കിൽ അവർക്കൊരു ടാർഗറ്റ് ഉണ്ട് അല്ലേ ആ ബിസിനസ്സിന് ഇത്ര ശതമാനത്തിൽ കൂടുതൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവരുടെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിന് ഡ്യൂട്ടി ഫ്രീ അല്ലെങ്കിൽ ആ പേയ്മെൻറ്റിനകത്ത് ഇളവ് വരുത്തി കൊടുക്കുന്ന ഒരു സ്കീമാണ് ടാർഗറ്റ് പ്ലസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതാണ് ന്യൂ എക്സിം പ്രൊമോഷൻ സ്കീമിൽ ആദ്യം വന്നൊരു സ്കീം ടാർഗറ്റ് പ്ലസ്. Another new scheme called Vishesh Krishi Ubhan Yojana and has been introduced to boost exports of fruits, vegetables, flowers or minor forest produce and their value-added products. ആദ്യം നമ്മൾ പറഞ്ഞു ടാർഗറ്റ് പ്ലസ് എന്ന് പറയുന്ന ഒരു എക്സ്പോർട്ടേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ്. രണ്ടാമത് പറയുന്നത് എന്താണ് വിശേഷ് കൃഷി ആ വാക്കിൽ തന്നെ ഉണ്ട് കൃഷി ഉപാൻ യോജന. അപ്പം ആ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട്സ് കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യണം. ഏതൊക്കെ പ്രോഡക്ട്സിനാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും വിദേശ രാജ്യങ്ങളിൽ ലൈവായില്ല നമ്മളെക്കാട്ടി കൂടുതൽ അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ് ഈ ഒരു സ്കീം വഴിയാണ് എക്സ്പോർട്ടേഴ്സ് എന്ത് ചെയ്യുന്നത് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ക്വാളിറ്റി ആയിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെയും ഒരു ന്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഈ എന്താണ് വിശേഷ് കൃഷി ഉപാൻ യോജന എന്ന് പറയുന്ന സ്കീമിലൂടെ എക്സ്പോർട്ടേഴ്സ് എന്ത് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകൾ ഫോറിൻ കൺട്രീസിലേക്ക് കയറ്റി അയക്കുന്നത്. These are the first two promotional schemes. Clear with the point? Next, to accelerate growth in export of services so as to create a powerful and unique served from India brand, instantly recognized and respected the world over. So the earlier duty-free export credit scheme for services have been revamped and recast into the served from India scheme. That is, individual service providers who earn foreign exchange of at least rupee 5 lakh and other service providers of foreign exchange of at least rupee 10 lakh are eligible for a duty credit and entitled to 10% of total foreign exchange earned by them. ഹിയർ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു എക്സ്ചേഞ്ച് പോളിസി ആയിട്ട് അവർ പറയുന്നത് എന്താണ് ഒരു ഗ്രോത്ത് എക്സ്പോർട്ടേഴ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഒരു മൂന്നാമത് അവർ പറയുന്ന ഒരു യുണീക്ക് ടേമാണ് സെർവ്ഡ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്നൊരു ബ്രാൻഡിൽ അതായത് ഇന്ത്യൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് ടാർഗറ്റ് പ്ലസ് എന്ന് പറഞ്ഞു രണ്ടാമത് കൃഷി യോജന എന്ന് പറഞ്ഞു മൂന്നാമത്തേതാണ് ഒരു സെർവ്ഡ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ബ്രാൻഡിൽ പ്രോഡക്ട്സ് എന്ത് ചെയ്യാൻ തുടങ്ങി എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ റെക്കഗ്നിഷൻ ആൻഡ് റെസ്പെക്റ്റ് ഇന്ത്യൻ പ്രോഡക്ട്സിന് ഒരു അംഗീകാരവും റെസ്പെക്റ്റും കിട്ടാനാണ് സെർവ്ഡ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ
എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. സോ ഇൻഡിവിജ്വൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഹു ഏൺ ഫോറിൻ എക്സ്ചേഞ്ച്, അപ്പം ഒരു ഇൻഡിവിജ്വൽ സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഏൺ ഫോറിൻ എക്സ്ചേഞ്ച് അറ്റ്ലീസ്റ്റ് 5% അല്ലേ, 5 lakhs അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 5 rupee lakh എങ്കിലും എന്താണ് ഏൺ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അതർ സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ 10 lakhs എലിജിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഡ്യൂട്ടി ഫ്രീ, അതായത് ഈ സെർവ്ഡ് ഫ്രം ഇന്ത്യ ബ്രാൻഡിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 10% വരെ എന്താണ് ക്രെഡിറ്റ് സബ്സ്റ്റാൻഷ്യലി കിട്ടുകയും ഒരു ടോട്ടൽ ഫോറിൻ എക്സ്ചേഞ്ച് ഏൺഡ് ബൈ അല്ലെ അവർക്ക് ടോട്ടലിൻ്റെ ഇത്ര ശതമാനം അവർക്ക് എന്ത് ചെയ്യാം ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് 3 സ്കീം. ഒന്ന് ടാർഗറ്റ് പ്ലസ് പറഞ്ഞു, ഒന്ന് വിശേഷ് കൃഷി യുവ യോജന പറഞ്ഞു, മൂന്നാമത് പറഞ്ഞ എന്താണ് സെർവ്ഡ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ. സോ ദ ന്യൂ ട്രേഡ് പോളിസി highlights the view that is the trade of not an end in itself but a means of economic growth അല്ലേ. അപ്പോൾ ഒരു ട്രേഡ് എന്ന് പറയുമ്പം ഒരിക്കലും ഒരു ദിവസം കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല, പകരം എന്താണ് അതിനെ സംബന്ധിച്ചോളം എന്താണ് ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. സോ എക്സ്പോർട്ട്സ് ആർ നോട്ട് ജസ്റ്റ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് ജനറേഷൻ but are as an engine of growth that create incremental economic activity in the country. അറിയാലോ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് നടത്തുന്നത്. അപ്പം ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ജനറേഷൻ എന്നുപരി നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ദീസ് ആർ ദി ന്യൂ export promotion schemes. So these are the silent features of the new trade policy. That is, first, an express thrust of the policy is on the exports of farm produce. അപ്പോൾ ഒരു ന്യൂ ട്രേഡ് പോളിസിയിൽ ആദ്യം പറയുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഫാം പ്രൊഡ്യൂസിന് അല്ലേ, ഫാം പ്രോഡക്ട്സ് ആണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പോർട്ട് ചെയ്യേണ്ടത്. And the second is, while exports of specified farm good would benefit from a new duty-free credit entitled up to 5% of the FOB value of the export of all other agriculture products, exporters would be allowed to import capital goods free of duty under export promotion capital goods scheme. So here, while exporters of the specified farm goods would benefit from a new duty free credit entitled up to 5%. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഫാം പ്രോഡക്ട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ടാമത് പറഞ്ഞ എന്താണ്, ഒരു സ്പെസിഫൈഡ് ഫാം ഗുഡ്സ് ആണെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ് എങ്ങനെയാണ്, ഒരു ന്യൂ ഡ്യൂട്ടി ഫ്രീ, അതായത് പുതിയ രീതിയിലുള്ളൊരു സ്കീം കൊണ്ടുവരികയും ഒരു 5% വരെ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്കീമാണ്. അതെങ്ങനെയായിരിക്കണം, എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം എന്ന് പറയുന്ന EPCG എന്ന് പറയുന്ന സ്കീമിലൂടെയാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. ആൻഡ് തേർഡ് ഇസ് policy comprised special focus initiative for employment intensive sector like gem and jewelry, handloom, handicraft, leather and footwear. അപ്പോൾ പിന്നെ പറയുന്നത് എന്താണ്, ഒരു സ്പെഷ്യൽ ഫോക്കസ് ഇനിഷ്യേറ്റീവ് അല്ലേ, ഒരു പോളിസി വരുമ്പോൾ എല്ലാ മേഖലയും നമ്മൾ ഒരുപോലെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ പിന്നെ അവരിപ്പോൾ ആദ്യം ഫാം പ്രോഡക്ട്സ് ചെയ്തു, ഇപ്പോൾ രണ്ടാമത് ഇനി അവർ പറയുന്നത് ഒരു സ്പെഷ്യൽ ഫോക്കസ് ഇനിഷ്യേറ്റീവ് ഏതൊക്കെ മേഖലയാണ്, എംപ്ലോയ്മെൻറ്റ് ഇൻസെൻറ്റീവ് സെക്ടേഴ്സായ ജെം ആൻഡ് ജുവലറി, പിന്നെ ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്, ലെതർ, ഫുഡ്. അപ്പം ഈ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ന്യൂ ട്രേഡ് പോളിസി കൊണ്ടുവന്നു. അപ്പം അവർക്കും എന്ത് ചെയ്യാം, നമ്മൾ ആദ്യമേ പറഞ്ഞു BJP ഗവൺമെൻറ് ചെയ്ത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിന്ന് ഒത്തിരി ഇതിനെ ജനറൽ ലൈസൻസിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ മേഖലയിലുള്ളവർക്കും നമുക്ക് എന്ത് ചെയ്യാം, കുറേ കൂടെ ഒരു പുതിയ ട്രേഡ് പോളിസിയിൽ അവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇസ് small and medium exporters would be benefited from the liberalization of import of capital goods and the additional flexibilities for the fulfillment of export obligation under EPCG scheme. അപ്പം ഒരു സ്മോൾ മീഡിയം എക്സ്പോർട്ടേഴ്സിന് ഈ ലിബറലൈസേഷൻ, അതായത് ന്യൂ ട്രേഡ് പോളിസി വന്നപ്പോൾ ഫാം പ്രോഡക്ട്സ് ഉൾപ്പെടെ ഇല്ലേ വലിയ ബിസിനസ്സുകാരോടൊപ്പം തന്നെ എന്താണ് ചെറുകിട വ്യവസായക്കാർക്കും ചെല്ലാം, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ അവർക്കൊരു ഇല്ലേ സ്മോൾ മീഡിയം എക്സ്പോർട്ടേഴ്സിന് ഒരു ബെനിഫിറ്റാണ്. ഈ ലിബറലൈസേഷൻ വന്നപ്പോൾ ചെറുകിടക്കാർക്കും എന്ത് ചെയ്യാം, ഫോറിൻ ട്രേഡ് നടത്താമെന്നൊരു ഓപ്ഷൻ വന്നു. അതുപോലെ തന്നെ എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഒരു അഡീഷണൽ ഫ്ലെക്സിബിലിറ്റി ഫോർ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് എക്സ്പോർട്ട് ഒബ്ലിഗേഷൻസ് അണ്ടർ ഇതാണ് സ്കീമാണ് EPCG എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം. അപ്പോൾ ആ സ്കീം വഴി സ്മോൾ ആൻഡ് മീഡിയം എക്സ്പോർട്ടേഴ്സിന് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാമെന്നൊരു ലിബറലൈസേഷൻ ബെനഫിറ്റും കൂടെ ഇതിനകത്ത് വന്നു ചേർന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഇസ്
the new export promotion scheme, that is നമ്മൾ പറഞ്ഞ ടാർജറ്റ് പ്ലസ് വിശേഷ് കൃഷി ഉപജ് യോജന ആൻഡ് സെർവ്ഡ് ഫ്രം ഇന്ത്യ ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്. അപ്പം ഈ ന്യൂ ട്രേഡ് പോളിസിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 എണ്ണം ടാർജറ്റ് പ്ലസ് അല്ലെങ്കിൽ വിശേഷ് കൃഷി ഉപജ് യോജന, സെർവ്ഡ് ഫ്രം ഇന്ത്യ, ഇത് 3ഉം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ദീസ് സ്കീംസ് വുഡ് ബെനിഫിറ്റ് എക്സ്പോർട്ടേഴ്സ്. These new export promotion scheme, that is these target plus or Vishesh Krishi Ubaj Yojana and served from India has been introduced, and these schemes will benefit exports who excel others or exports of farm products and exports of service respectively. അപ്പം ഈ സ്കീമിൻ്റെ ശരിക്കുള്ള ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണ്? ഇല്ലേ, ഫാം പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ എക്സ്പോർട്ട് സർവീസസ് ചെയ്യുന്നവർക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ്, സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ സെക്ടേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രയോജനങ്ങൾ ഉണ്ടായത്. കാരണം എന്താണ്, അവർക്കാണ് അല്ലേ ഇങ്ങനെ ഇതിനു മുമ്പ് ഈ ലിബറലൈസേഷൻ വന്നപ്പോൾ അവരുടെ ചെറുകിട വ്യവസായത്തിനെ ഫോറിൻ ട്രേഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയതും. ആൻഡ് സോ ദ ടാർജറ്റ് പ്ലസ് സ്കീം incentive based on incremental export growth and the duty-free entitle of exporters of fruits, vegetables, flowers and minor forest produce would be freely transferable and can be used for import of variety of inputs and goods. ഇല്ലേ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്താം. അതിനൊരു ഓപ്ഷനാണ് നമ്മൾ ന്യൂ ട്രേഡ് പോളിസിയിൽ കൊണ്ടുവന്നത്. സോ അണ്ടർ ദി സെർവ്ഡ് ഫ്രം ഇന്ത്യ സ്കീം, the policy tries to create a powerful brand of Indian service exports in the global market. That is, new policy focuses to lot on procedural simplification and rationalization of measures for the exporters. That is, this in the long run would reduce transaction costs for exporters. അപ്പം 3 രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇല്ലേ. ഒന്ന് ടാർജറ്റ് പ്ലസ് പറഞ്ഞു, പിന്നെ അതിനുശേഷം വിശേഷ് കൃഷി ഉദ്യാൻ പറഞ്ഞു, പിന്നെ സെർവ്ഡ് ഫ്രം ഇന്ത്യ. അപ്പം ഈ 3 കാര്യത്തിലും എന്താണ്, ലിബറലൈസേഷൻ വന്നപ്പോഴാണ് ഈ 3 രീതിയിലുള്ളത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയതും സ്മോൾ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനും കൂടെ ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ ന്യൂ ട്രേഡ് പോളിസിയിൽ കൊണ്ടുവരുന്നത്. And so the new focuses to lot on procedural simplification. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോളിസി വന്നപ്പോൾ പ്രൊസീജിയേഴ്സിൽ ഒരുപാട് സിംപ്ലിഫൈ വന്നു. അത് ആർക്ക് സഹായമായി? ആൻഡ് rationalize the measures of the exporters. So this in the long run would reduce transaction cost. അപ്പം ഒരു ദീർഘനാൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു കോസ്റ്റ് വൈസ് നോക്കിയാൽ അവർക്ക് ലാഭം തന്നെയാണ് ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ പോളിസിയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ. എന്താണ്, ഈ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിന് ഇത് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഫോറിൻ മാർക്കറ്റിൽ കൂടുതൽ മാർക്കറ്റ്സ് അച്ചീവ് ചെയ്യാനും അവർക്ക് സാധിക്കും. So these are the silent features of new trade policy. So today we discuss the new export promotion schemes, that is Target Plus, Vishesh Krishi Ubaj Yojana, and the third is served from India. 3. So and the silent features of new trade policy. So it is a important topic, and prepare well, study well, and prepare the notes. So thank you.